ഇന്ത്യൻ റെയിൽവേയിലേക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ പാത്തിലൂടെ വളരെ ഷോർട്ടായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഷോർട്ടായിട്ട് ചെക്ക് ചെയ്യാൻ കാരണം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ നിന്നാൽ ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരും. എന്തായാലും അപേക്ഷ തുടങ്ങുന്നത് ഈ മാസം 17-ന് അപേക്ഷ തുടങ്ങും. ആ സമയത്ത് കുറച്ചുകൂടി ഡെപ്തിൽ നമുക്കിതിനെ പോയിട്ട് നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കാം. ഇപ്പോൾ എന്തായാലും വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. മിനിമം +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം. സോ ഇതാണ് ഇന്ത്യൻ റെയിൽവേ പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ മുന്നോട്ടേക്ക് വരാനുള്ളത്. ഇത് മാത്രമല്ല നിരവധി മറ്റുള്ള അവസരങ്ങളും വരാനുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏകദേശം ഒരു 8 മണി, അതുപോലെ തന്നെ രാത്രി ഏകദേശം ഒരു 7 മണി, ഈ ഒരു സമയങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിരവധി അവസരങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. എനിവേ സീരിയൽ നമ്പർ 04/2024 നോട്ടിഫിക്കേഷനാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാസം 17-നാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു അവസരമാണ് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇവിടെ കാണാൻ സാധിക്കും റിക്രൂട്ട്മെൻറ്റ് ഓഫ് വാരിയസ് കാറ്റഗറി ഓഫ് പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അപേക്ഷ 17/8/2024 തുടങ്ങും. ഏകദേശം 16/9/2024 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് കറപ്ഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ റെയിൽവേ പറയുന്നുണ്ട്. പിന്നെ ഇതിന് അപേക്ഷിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിന് മുൻപ് നിങ്ങൾ RPF അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റ്, നമ്മൾ നിരവധി പോസ്റ്റുകൾ ഇതിന് മുൻപ് വന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതിനെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ PSC പോലെ തന്നെ ഇനി അവിടെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യുകയേ ആവശ്യമായിട്ടുള്ളൂ. എങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ മുൻപ് കൊടുത്ത പോസ്റ്റിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ, ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട് അത് ആഡ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം തീർച്ചയായിട്ടും, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി പോസ്റ്റുകൾ, 20ഓളം പോസ്റ്റുകൾ, ഫീൽഡ് വർക്കർ വരെയുള്ള നിരവധി പോസ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ് പറയുന്നത്. അത് മാത്രമല്ല മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ഡയറ്റീഷ്യൻ ആണ്, ലെവൽ 7 ആണ് പേ സ്കെയിൽ, 44,900 രൂപ മുതൽ ശമ്പളം പറയുന്നുണ്ട്, തുടക്ക ശമ്പളമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡ് C2 ആണ് പറയുന്നത്. എന്താണ് C2 എന്ന് മുന്നോട്ടേക്ക് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ 18 to 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ ഒരു പോസ്റ്റിൻ്റെ കാര്യമാണ്. ഈ ഒരു പോസ്റ്റ് നോക്കി ഇതുപോലെ മറ്റുള്ളത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. 5 വേക്കൻസിയാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിന് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 43 വയസ്സ് വരെയാണ് ചില പോസ്റ്റിന്. മിനിമം ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഡയറ്റീഷ്യൻ ഉണ്ട്, അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ് ഉണ്ട്, പിന്നെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റ് വന്നിട്ടുണ്ട്, ഡെൻ്റൽ ഹൈജീനിസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നീഷ്യൻ പോസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് 3 വന്നിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നിരവധി പോസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. ലാബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫീൽഡ് വർക്കർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. 1376ഓളം ഒഴിവുകളാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ ചുരുക്കി നമുക്ക് നോക്കാം. 1/3 കട്ട് ഓഫ് മൈനസ് മാർക്ക് ഉണ്ടാകും നിങ്ങൾക്ക് CBTയിൽ എന്നിവിടെ പറയുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, C1 C2 അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. B1 C1 C2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് 6/6 ഐസൈറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ 6/12 ഐസൈറ്റ് ഉണ്ടായിരിക്കണം, 6/12 തന്നെ ഐസൈറ്റ് ഉണ്ടായിരിക്കണം, ഡിസ്റ്റൻസ് വിഷൻ, നിയർ വിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ 6ാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അതാണ് മെഡിക്കൽ സ്റ്റാൻഡ്സേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ്, ഏജ് SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. 18 to 33 വയസ്സ് വരെയുള്ള പോസ്റ്റ് ആണെങ്കിൽ ജനറലിന് ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരിക്കും, ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും. EWSനും OBC ആകുമ്പോൾ ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും, നോൺ ക്രിമിലെയർ ആണ്. അതുപോലെ തന്നെ SC ST ആകുമ്പോൾ ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും. അങ്ങനെ നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ SC/STക്ക് 5ഉം OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും 500 രൂപ അപേക്ഷാ ഫീസ് അടക്കണം. ആദ്യഘട്ട പരീക്ഷ എഴുതുമ്പോൾ 400 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 500 രൂപ ആദ്യം അപേക്ഷാ ഫീസ് അടക്കുക, 400 രൂപ നിങ്ങൾക്കത് തിരിച്ച് കിട്ടുന്നതായിരിക്കും. 100 രൂപ മാത്രമേ അപേക്ഷാ ഫീസ് വരൂ. പിന്നെ ഫീമെയിൽസ്, SC/ST, പിന്നെ എക്സ് സർവീസ്മാൻ, ട്രാൻസ്ജെൻഡർ ഇവരൊക്കെ അപേക്ഷിക്കുമ്പോൾ 250 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിലും ആദ്യഘട്ട പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ 250 രൂപയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സിലബസും കാര്യങ്ങളും അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊഫഷണൽ എബിലിറ്റിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് 70 ക്വസ്റ്റ്യൻസ് 70 മാർക്കിന് വരുന്നത്. പിന്നെ ജനറൽ അവയർനെസ്, പിന്നെ മാത്സ്, പിന്നെ അതുപോലെ തന്നെ റീസണിങ്, ജനറൽ സയൻസ്, ഇതൊക്കെ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിനാണ് ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോർഷൻ കവർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഫഷണലായിട്ട്, അതായത് നിങ്ങളുടെ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അവിടുന്ന് നിങ്ങൾ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ RRBൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെയാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതുവരെ തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ തിരുവനന്തപുരം സോണൽ ഏരിയൻ്റെ വെബ്സൈറ്റ് ലിങ്കൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിവേ, അപേക്ഷ തുടങ്ങുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല. നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ കയറി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. നഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ്. അപ്പോൾ അതിനെ അപേക്ഷിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ഹാവിങ് പാസ്ഡ് 3 ഇയർ കോഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ കോഴ്സ് പാസ്സാവണം. അതിൻ്റെ റിലേറ്റഡ് ഫീൽഡിലുള്ള കോഴ്സ് പാസ്സാവണം. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഹയർ സെക്കൻഡറി +2 വേണം. സയൻസോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വേണം. അതെന്തിനാന്ന് നോക്കുകയാണെങ്കിൽ ഏത് പോസ്റ്റാണെന്ന് നോക്കുക. കാർഡിയാക് ടെക്നീഷ്യനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ +2ൻ്റെ കൂടെ കാർഡിയാക് ടെക്നീഷ്യനിലുള്ള കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെ ഡിപ്ലോമയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ യോഗ്യത നോക്കി മനസ്സിലാക്കാം. പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതർ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ +2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. +2 മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഇവിടെ കാണുന്നു. ഇൻ സയൻസ് വിത്ത് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഏതെങ്കിലും ഒന്ന് മതി. അതുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അത് ഫീൽഡ് വർക്കർ പോസ്റ്റാണ്. ഫീൽഡ് വർക്കറിന് മിനിമം +2 മാത്രം മതി. പക്ഷേ അത് സയൻസ് സ്ട്രീമിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ BSc ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. BSc കെമിസ്ട്രിയാണ് പറയുന്നത്. BSc കെമിസ്ട്രിയിൽ മെയിനായിട്ട് എടുത്ത് പഠിച്ചവർക്കുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ +2ൽ സയൻസ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇങ്ങനെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാം. പിന്നെ BSc വിത്ത് ഡിപ്ലോമ അതുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ +2 വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ഡിപ്ലോമ ഇൻ റേഡിയോഗ്രാഫിയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യനിലുള്ളവർക്ക് അപേക്ഷിക്കാം. അങ്ങനെ ഓരോന്നും ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. 2 വർഷത്തെ കോഴ്സാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ +2 മസ്റ്റായിട്ട് പറയുന്നുണ്ട് സയൻസിൽ. അതിൻ്റെ കൂടെ ഡിപ്ലോമയുള്ളവർക്ക്, ഫാർമസിയിൽ ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ള യോഗ്യതയുള്ള ഒരുപാട് പേര് നമ്മളുടെ ഇടയിലുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.